നമുക്ക് എന്താണ് തന്മാത്ര എന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. What is molecule? The smallest particle of a substance retaining all the properties of that substance is known as molecule. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. Substances that exist in the solid, liquid and gaseous states are made up of molecules. അതിനുശേഷം ഐസ് കഷ്ണങ്ങൾ താപോർജം സ്വീകരിച്ച് ജലമാകുന്നു. ജലം താപോർജം സ്വീകരിച്ച് നീരാവി steam ആകുന്നു. Ice cubes absorbs heat energy, then it will be water. Then water absorbs heat energy, then it will be steam. അത് ഇനി നീരാവി അല്ലെങ്കിൽ സ്റ്റീം തണുപ്പായാൽ അത് വെള്ളത്തിലേക്കാവും അല്ലേ? ഇനി വെള്ളം തണുപ്പിച്ചാലോ അത് ഐസ് കഷ്ണങ്ങളിലേക്ക് തിരിച്ചു വരും. ഇതാണ് ഇതിന്റെ ഇത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ഫോമിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ? ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് കറിയുപ്പ്, അലൂമിനിയം, ഗ്ലിസറിൻ, കോപ്പർ, ഓക്സിജൻ. What is pure substances? If a substance contains only one type of molecule, it is known as pure substance. For example, salt, aluminum, glycerin, copper, oxygen, silver, etc. അടുത്തത് എന്താണ് മിശ്രിതങ്ങൾ എന്ന് നോക്കാം. എന്താണ് മിശ്രിതങ്ങൾ? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് പഞ്ചസാര, ലായനി, സോഡ, വായു. അപ്പൊ എന്താണ് മിശ്രിതങ്ങൾ? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ പഞ്ചസാര, ലായനി, സോഡ, വായു. What is mixtures? If there are more than one type of molecules present in a substance, it is called a mixture. For example, sugar solution, soda, air. അടുത്തത് എന്താ? ഈ മിശ്രിതത്തിലെ തന്നെ ഒരു ഭാഗമാണ് ഏകാത്മക മിശ്രിതം. എന്താണ് ഏകാത്മക മിശ്രിതം? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് പഞ്ചസാര, ലായനിയാണ്. അതിന്റെ ഏതൊരു ഭാഗം നമ്മൾ ടെസ്റ്റ് ചെയ്താലും അതിന്റെ ഒരേ ടേസ്റ്റാണ് നമുക്ക് തോന്നുക. അപ്പൊ എന്താണ് ഏകാത്മക മിശ്രിതം? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. What is homogeneous mixture? If a mixture exhibits the same property throughout, that mixture is called a homogeneous mixture. അടുത്തത് നമുക്ക് എന്താണ് ഭിന്നാത്മക മിശ്രിതം എന്ന് നോക്കാം. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഭിന്നാത്മക മിശ്രിതം? ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. What is heterogeneous mixtures? If a mixture exhibits different properties in different parts,
That mixture is called a heterogeneous mixture. അടുത്തത് നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് കാണാം. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും അതിൽ മണലും കാണാം. അപ്പോൾ ആ മണൽ വെള്ളത്തിലിട്ടപ്പോൾ മണൽ അടിഞ്ഞ് താഴേക്ക് എത്തിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതുവഴിയൊക്കെ ചിലവര് ഈ വെള്ളവും ഇതും തമ്മിൽ വേർതിരിക്കാറുണ്ട്. ഈ മണ്ണിന്റെ എല്ലാ പ്രോപ്പർട്ടീസും വെള്ളത്തിൽ വന്ന് ആ വെള്ളത്തിനെ ഇങ്ങനെ വേർതിരിക്കുന്നത്. ഇപ്പൊ മണലിട്ടാ മണലിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കളറൊക്കെ ആ വെള്ളത്തിൽ വന്ന് കണ്ടിട്ടില്ലേ? അപ്പൊ ആ വെള്ളം വേർതിരിച്ചാൽ മണലിന്റെ പ്രോപ്പർട്ടി ഉണ്ട്, എന്നാൽ മണലും ഇല്ല. അങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വേർതിരിക്കുന്ന ഒരു ഇതാണ് തെളിയൂറ്റൽ പ്രക്രിയ എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റി മാറ്റുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. ഞാൻ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്. What is decantation? Decantation is the process of separating the clear liquid above after sedimentation of the components of a mixture. ഇതും വേറെ ഒരു ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ, അരിക്കൽ എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ ഇത് ചെയ്ത് കാണാറുണ്ട്. അങ്ങനെ ഒരു അരിക്കൽ പ്രോസസ്സാണ് അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. What is evaporation? Evaporation is the process by which a liquid absorbs heat and gets converted to vapor. അടുത്തത് നമുക്ക് എന്താണ് ഭൗതിക മാറ്റം നോക്കാം. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. വികസിക്കുന്നതും ഉരുക്കുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. What is physical change? Change in the physical properties such as state, shape or size is termed as physical change. New substances are not formed during physical change. Expansion, melting, breaking, tearing, etc. are all physical change. ഇതിന് തന്നെ വേറൊരു രൂപമാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതായത് രാസമാറ്റം. എന്താണ് രാസമാറ്റം? പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം സ്ഥിരമാണ്. What is chemical change? The process in which substances change into new substances by absorbing or releasing energy is termed as chemical change. Chemical change is a permanent change. അത് നമുക്ക് ആ എടുത്ത് കെമിക്കൽ ചേഞ്ചിലൂടെ എടുത്ത ആ ഒരു പദാർത്ഥം പിന്നീട് നമുക്ക് തിരിച്ച് ആക്കിയെടുക്കാൻ കഴിയില്ല. അതിനാണ് കെമിക്കൽ ചേഞ്ചസ് പെർമനന്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്തത് വാട്ടർ, ജലത്തെ കുറിച്ചാണ്. അതെ, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി കാണും. വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ടും അടുത്ത ചർച്ച ചെയ്തത്. അതിൽ വന്നതാണ് ലോകത്തുള്ള ജലങ്ങളിൽ 100% നോക്കുകയാണെങ്കിൽ സമുദ്രജലം 96.5% ഉള്ളത് ആണ്. ബാക്കി ശുദ്ധജലമുള്ളത് 3.5% മാത്രമാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ജലസംരക്ഷണ മാർഗങ്ങളായിരുന്നു, വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്. അത് കുറേ മെത്തേഡ്സ് ടീച്ചർ പറഞ്ഞു. മഴവെള്ളം കിണറിലേക്ക്, പിന്നെ മഴക്കുഴി കുഴിക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ജലം സംരക്ഷിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ലീനം എന്ന് നോക്കി. എന്താണ് ലീനം? ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഞ്ചസാര ലായനിയാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നെങ്കിൽ അപ്പൊ നമ്മൾ അതിൽ ലയിപ്പിക്കുന്നത് പഞ്ചസാരയാണ് അല്ലേ? അപ്പോൾ ആ പഞ്ചസാര ലീനം ആണ്.
പഞ്ചസാര എന്ന് പറയുന്നത്. വാട്ട് ഈസ് സൊല്യൂട്ട്? എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ഇനി ലായകം. ഈ പഞ്ചസാര ലായനിയിൽ തന്നെ പഞ്ചസാര സൊല്യൂട്ട് ആണ്, ലീനമാണെന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചസാര ലയിപ്പിക്കുന്നത് വെള്ളത്തിലാണല്ലോ, അപ്പൊ വെള്ളം നമുക്ക് ലായകമാണെന്ന് പറയാം. അപ്പൊ ഏതിലാണോ ലയിക്കുന്നത് അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുന്നത്. വാട്ട് ഈസ് സോൾവെന്റ്? ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് സോൾവെന്റ്. അടുത്തതാണ് ലായനി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചുണ്ടായി പുതിയൊരു സബ്സ്റ്റൻസ് നമുക്ക് അവിടെ കിട്ടുകയാണ്, അതാണ് പഞ്ചസാര ലായനി. അപ്പൊ അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് സൊല്യൂഷൻ? Solution is that which is formed when solute dissolves in a solvent.